നമസ്കാരം. എല്ലാവർക്കും നവഗ്രഹ രഹസ്യങ്ങളിലേക്ക് സ്വാഗതം. നമ്മുടെയൊക്കെ മുത്തശ്ശന്മാർ ജീവിച്ചിരുന്ന കാലത്ത് വസൂരി എന്ന അതിഭീകരമായ ഒരു രോഗം നമ്മുടെ നാട്ടിൽ പടർന്നു പിടിച്ചിരുന്നു. കൊച്ചുകുട്ടികളെയും പ്രായമായവരെയും എല്ലാം ഒരുപോലെ ബാധിച്ചിരുന്ന ഒരു രോഗമായിരുന്നു വസൂരി. ഈ അസുഖം പിടിപെട്ട് അത് മൂർച്ഛിച്ചാൽ അങ്ങനെയുള്ളവരെ തഴപ്പായയിൽ പൊതിഞ്ഞു കെട്ടി ആൾതാമസമില്ലാത്ത ഇടങ്ങളിൽ കൊണ്ടുചെന്ന് ഉപേക്ഷിക്കുമായിരുന്നു. അവർ അവിടെ ഭക്ഷണവും മരുന്നും ഒന്നുമില്ലാതെ നരകിച്ച് മരണപ്പെട്ടു പോവുകയായിരുന്നു പതിവ്. എന്തൊരു ദയനീയമായ അവസ്ഥയായിരുന്നു അതൊക്കെ. എന്നാൽ ഇതിനെതിരെ വാക്സിൻ കണ്ടുപിടിച്ചതോടെ ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായി. വാക്സിൻ കണ്ടുപിടിച്ച് വർഷങ്ങൾ കഴിഞ്ഞതോടെ ഈ അസുഖം നിയന്ത്രണ വിധേയമാക്കുവാൻ സാധിച്ചു എന്നത് നമുക്കെല്ലാം ആശ്വാസമേകുന്ന ഒന്നാണ്. എന്നാൽ ഇത് ദേവീ കോപം മൂലമാണ് ഉണ്ടാകുന്നതെന്ന് ഒരു വിശ്വാസവും നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഒരിക്കൽ ബ്രഹ്മാവിൽ നിന്നും വരം ലഭിച്ചതിൻ്റെ പേരിൽ വലിയ അഹങ്കാരിയായി തീർന്ന ഒരു അസുരനാണ് ദാരുകൻ. 3 ലോകങ്ങളെയും ഭയപ്പെടുത്തി ജീവിച്ച ദാരുകനെ വധിക്കുന്നതിനായി ശ്രീപരമേശ്വരൻ്റെ 3-ാം തൃക്കണ്ണിൽ നിന്നും ഭദ്രകാളി അവതരിക്കുകയും ദാരുകനുമായി യുദ്ധം തുടങ്ങുകയും ചെയ്തു. ആ ദാരുകാസുരൻ്റെ ഭാര്യ മയാസുരൻ്റെ പുത്രിയായ മനോദരി എന്ന സുന്ദരിയായിരുന്നു. ഭദ്രകാളിയുമായുള്ള യുദ്ധത്തിൽ തൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെടുമോ എന്നു ഭയന്ന മനോദരി കൈലാസത്തിന് സമീപമെത്തി ശ്രീപരമേശ്വരനെ തപസ്സു ചെയ്തു. വളരെക്കാലം തപസ്സു ചെയ്തിട്ടും ഭഗവാൻ പ്രസാദിക്കാത്തതിനാൽ ശ്രീപാർവതി തൻ്റെ ഭർത്താവിനോട്, ഈ സ്ത്രീ എത്ര നാളായി തപസ്സനുഷ്ഠിക്കുന്നു, അങ്ങ് എന്താണ് അവളിൽ പ്രസാദിച്ച് അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാത്തത് എന്ന് ചോദിച്ചു. ഇതിനു മറുപടിയായി ഭഗവാൻ പറഞ്ഞു, ഇവളുടെ ഭർത്താവിന് ബ്രഹ്മാവിൽ നിന്നും ഒരു വരം ലഭിച്ചതുകൊണ്ട് അവൻ ഒരഹങ്കാരിയായി മാറുകയും ത്രൈലോക്യവാസികളെയും ഉപദ്രവിക്കുന്നതും ദേവിക്ക് അറിവുള്ളതല്ലേ. ഇനി ഇവൾക്കു കൂടി വരം ലഭിച്ചാൽ ഇവളും അതുപോലെയാവില്ലേ. ഇത് കേട്ടപ്പോൾ വീണ്ടും പാർവതി, ആശ്രയിക്കുന്നവരെ അനുഗ്രഹിക്കാതിരിക്കുന്നത് കഷ്ടമാണ്. അതുകൊണ്ട് അങ്ങ് ഇവളെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. ഇങ്ങനെ പാർവതിയുടെ നിർബന്ധം കൂടിയപ്പോൾ ഭഗവാൻ പരമേശ്വരൻ തൻ്റെ ദേഹത്തെ വിയർപ്പ് തുള്ളികൾ വടിച്ചെടുത്തു കൊടുത്തിട്ട്, നീ ഇത് കൊണ്ടുപോയി മനുഷ്യരുടെ ദേഹത്ത് തളിക്കുക, നിനക്ക് വേണ്ടുന്നതെല്ലാം അവർ നൽകും എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹവും വാങ്ങി കൈലാസത്തിൽ നിന്നും അവൾ യാത്ര പുറപ്പെട്ടു. യാത്രയ്ക്കിടയിൽ തൻ്റെ ഭർത്താവിൻ്റെ ശിരസ്സും പിടിച്ചുകൊണ്ട് വേതാളത്തിൻ്റെ പുറത്തു കയറി ജയഭേരി മുഴക്കി വരുന്ന ഭദ്രകാളിയെ കണ്ടു. വർദ്ധിച്ച കോപത്തോടെ, എൻ്റെ ഭർത്താവിനെ കൊന്ന ഈ ദുഷ്ടയായ ഇവരുടെ ശരീരത്തിൽ തന്നെ ഇത് പ്രയോഗിക്കാം എന്ന് കരുതി ഭഗവാൻ പരമേശ്വരൻ കൊടുത്ത വിയർപ്പ് കണങ്ങളിൽ കുറച്ച് ഭദ്രകാളിയുടെ ദേഹത്തു തളിച്ചു. ഉടനെ ഭഗവതിയുടെ ദേഹത്തെല്ലാം കുരുക്കളുണ്ടായി. മാത്രമല്ല പനി, തലവേദന തുടങ്ങിയവയാൽ ദേവി അവശയായി. അതിനാൽ ഒരു വിധത്തിൽ വാഹനത്തിൽ നിന്നും ഇറങ്ങി വഴിയിൽ തന്നെ കിടന്നു. ഇതറിഞ്ഞ ഭഗവാൻ കോപാകുലനായി. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ചെവിയിൽ നിന്നും ഒരു ഉഗ്രമൂർത്തി ജന്മമെടുത്തു. ആ ഉഗ്രമൂർത്തിക്ക് ഖണ്ഡാകർണൻ എന്ന് നാമകരണവും ചെയ്തു. ഉടനെ തന്നെ പിതാവായ ശ്രീ പരമേശ്വരൻ
നീ പോയി നിന്റെ സഹോദരിയെ രക്ഷിച്ചു കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അങ്ങനെ പിതാവിൻ്റെ അനുഗ്രഹവും വാങ്ങി ഖണ്ഡാകർണൻ സഹോദരിയുടെ രക്ഷാർത്ഥം യാത്ര തുടങ്ങി. വഴിമധ്യേ അവശയായി കിടക്കുന്ന സഹോദരിയെ കണ്ടു. ഉടൻ തന്നെ ശിവപുത്രൻ ഭദ്രകാളിയുടെ പാദം മുതൽ നക്കി കുരുക്കളെല്ലാം ഇല്ലാതാക്കി. എന്നാൽ മുഖത്തെ കുരുക്കൾ നക്കിയെടുക്കാൻ ഭാവിച്ചപ്പോൾ, നീ എൻ്റെ സഹോദരനായതിനാൽ മുഖത്തോട് മുഖം ചേർക്കുന്നത് ശരിയല്ല. അതിനാൽ മുഖത്തുള്ള കുരുക്കൾ എനിക്ക് ഭൂഷണമായി ഇരിക്കട്ടെ. ദേഹത്തുള്ള കുരുക്കൾ പോയപ്പോൾ തന്നെ എനിക്ക് സുഖമായി എന്ന് പറഞ്ഞു. തുടർന്ന് ഭദ്രകാളിയുടെ നിർദ്ദേശപ്രകാരം ദൂരെ പേടിച്ചു മാറി നിന്ന മനോദരിയെ ഖണ്ഡാകർണൻ ഭദ്രകാളിയുടെ അടുക്കൽ കൊണ്ടുചെന്നു. അപ്പോൾ ദേവി തൻ്റെ വാൾ കൊണ്ട് മനോദരിയുടെ കണ്ണും ചെവിയും കാലും ഛേദിച്ചിട്ട്, ഇനി നീ ആരെയും ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞു. നിന്റെ മനോദരി എന്ന പേര് മാറ്റി നിനക്കു ഞാൻ വസൂരിമാല എന്ന് പേരിട്ടിരിക്കുന്നു എന്നും പറഞ്ഞു. എന്നിട്ട് അവളെ കൂടി തൻ്റെ ഭൂതഗണങ്ങളുടെ കൂട്ടത്തിൽ കൈലാസത്തിലേക്ക് കൊണ്ടുപോയി. വസൂരിമാല എന്ന ദേവത ഇങ്ങനെയാണ് ഉണ്ടായതെന്നാണ് വിശ്വാസം. ഈ ദേവത ബാധിച്ചിട്ടാണ് വസൂരി എന്ന വ്യാധി ഉണ്ടാകുന്നതെന്നും ഭദ്രകാളിക്ക് വിരോധമുണ്ടാകുന്ന കാലങ്ങളിൽ ആ ദേവി പറഞ്ഞയച്ചിട്ടാണ് ഈ ദേവത മനുഷ്യരെ ബാധിക്കുന്നതെന്നുമാണ് ചിലരുടെ വിശ്വാസം. വസൂരിമാലയ്ക്ക് കണ്ണും ചെവിയും കാലുമില്ലാത്തതിനാൽ ആ ദേവത മണം പിടിച്ചും നീങ്ങിയും നിരങ്ങിയും ചെന്നാണ് മനുഷ്യരെ ബാധിക്കുന്നതെന്നും അതുകൊണ്ടാണ് അടുത്ത സ്ഥലങ്ങളിൽ വസൂരിയുള്ളപ്പോൾ കടുക് വറക്കുകയും പപ്പടം കാച്ചുകയും മറ്റും ചെയ്യരുതെന്ന് പണ്ട് കാലത്തുള്ളവർ പറയാറുള്ളത്. ഇത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ നിന്നും ലഭിച്ച ഒരു കഥയാണ്. ഇപ്പോഴും ചിക്കൻ പോക്സ്, അഞ്ചാം പനി തുടങ്ങിയ രോഗങ്ങൾ വരാതിരിക്കാനും വന്നാൽ അത് ശമിക്കുന്നതിനും ഭദ്രകാളിയെ പ്രീതിപ്പെടുത്തിയാൽ മതിയെന്നാണ് വിശ്വാസം. ഈ കഥ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ കഥ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയും അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.